ഞാൻ മിനീസ് കലവറയാണ്. എന്നെ ഓർമ്മയുണ്ടോ? എല്ലാവർക്കും സുഖമാണോ? ഞാനൊരു കുറേ ദിവസമായി കുക്കിംഗ് ആയിട്ട് വന്നിട്ട്. അപ്പോൾ കുറച്ച് മത്തി കിട്ടിയായിരുന്നു. അപ്പോൾ അത് കുറച്ചെടുത്ത് വീട്ടിലത്തേക്ക് ഇച്ചിരി അച്ചാറിട്ട് വയ്ക്കാമെന്ന് വെച്ചു. എപ്പോഴും കിട്ടില്ലല്ലോ മത്തി. അപ്പോൾ അതുകൊണ്ട് കുറച്ച് മത്തി അച്ചാറിട്ട് വയ്ക്കാമെന്ന് വെച്ചു. നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചു. അതുകൊണ്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിലോട്ട് പോകാം. മത്തി ഞാൻ വറുത്ത് വെച്ചായിരുന്നു, എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. വറുത്ത് വെച്ചിട്ടുണ്ട്. ബാക്കി ഇടുന്ന സമയത്ത് ഞാൻ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം എൻ്റെ രീതിയിൽ. ഓക്കെ, വറുത്ത് വെച്ചേക്കുന്ന മത്തിയാണ് ഇത്. എടുക്കാൻ പറ്റിയില്ല, പക്ഷേ എനിക്ക് വീഡിയോ. നല്ലെണ്ണ ഒഴിക്കാം. കുറച്ച് നല്ലെണ്ണ, വെളുത്തുള്ളി, കറിവേപ്പില, ഇഞ്ചി, പിന്നെ കുറച്ച് കാന്താരി. തോട്ടത്തിലെ കുറച്ച് കാന്താരി ഉണ്ട്. എരിവ് വേറെ ഇടുന്നില്ല, കാശ്മീരി മുളക് പൊടിയാണ് ഇത്. എരിവ് മുളക് പൊടി എടുത്തില്ല, എല്ലാം കാശ്മീരി മുളക് പൊടി, കായപ്പൊടി, ഉലുവാപ്പൊടി, ഇച്ചിരി മഞ്ഞൾപ്പൊടി. കാരണം മീനിൽ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഇച്ചിരി കുരുമുളകും ഉപ്പും കൂടെ ഇട്ട് നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എരിയില്ലാത്തത് കൊണ്ട് ഇച്ചിരി കാന്താരി എടുക്കാമെന്ന് വെച്ചു. നമ്മുടെ തോട്ടത്തിലെയാണ്, കുറച്ചേ കിട്ടിയുള്ളൂ കാന്താരി. ഇച്ചിരി എരിവ് വേണ്ടേ, എല്ലാം കാശ്മീരിയാണ് എടുത്തിരിക്കുന്ന മുളക് പൊടി. അപ്പോൾ നമുക്ക് കടുകിടാം. ഒരു സ്പൂണ് കടുക്, ആഡ് ചെയ്യാം, ഇഞ്ചി ആഡ് ചെയ്യാം. ഒന്ന് കളർ ചേഞ്ച് ആവട്ടെ, നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. കളർ ചേഞ്ച് ആവട്ടെ, വെളുത്തുള്ളിയൊക്കെ ഒന്ന്, ഇഞ്ചിയുടെ പച്ച ചുവയൊക്കെ ഒന്ന് മാറട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് മസാല ആഡ് ചെയ്യാം കേട്ടോ. ഒന്നും ഇടാവേ, കാന്താരിയും കൂടെ ഇട്ട് കൊടുക്കാവേ. ഇതിൻ്റെ ഒന്ന് പച്ച ഒന്ന് മാറട്ടെ. എന്നിട്ട് തീ ഓഫ് ചെയ്യുവാണേ. എണ്ണയിലൊന്ന് കിടന്ന്. അപ്പം നമുക്ക്, നിങ്ങളെൻ്റെ വീഡിയോസൊക്കെ കാണാറുണ്ടോ? അപ്പം ഇതിപ്പോൾ രാത്രിയാണ് ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. കാരണം എനിക്കൊരു ചെറിയൊരു ഷോപ്പുണ്ട്, അവിടെ നിന്ന് വന്നതിന് ശേഷം ഇത് ചെയ്യുന്നത്. കുറച്ച് ദിവസം എടുക്കാൻ പറ്റിയില്ല ഷൂട്ട്, കുറച്ച് കാരണങ്ങളുണ്ടായിരുന്നു, അതുകൊണ്ടാണ് പറ്റാതെ ആയത്. ഓക്കെ, നമുക്ക് മസാല ആഡ് ചെയ്യാതെ എല്ലാം. നിങ്ങൾ ചിലപ്പം പേടിക്കും, ഇത്രയും മുളക് എടുത്തിടുന്നു എന്ന്. ഇതത്രയും നമുക്ക് മറ്റേ കാശ്മീരി മുളക് പൊടിയാണ്, എരിവില്ലാത്ത. അതുകൊണ്ടാണ് ഇത്രയും ആഡ് ചെയ്യുന്നത്. നമ്മൾ എരിക്ക് കണ്ണമ്പൊട്ടി മുളകുണ്ടല്ലോ, എരിവുള്ള, അത് ഒരാറേഴെണ്ണം ഇട്ടിട്ടുണ്ട്. അതിൻ്റെ എരിവ് മതി. ഇതിന് മസാല വേണമല്ലോ നമുക്ക്. അപ്പം നല്ലതുപോലെ ആ ചൂടെണ്ണയിൽ നല്ലതുപോലെ ഒഴിക്കുക. ഓക്കെ, നമുക്കിനി വിനാഗിരി ഒഴിച്ച് കൊടുക്കാം. ഉണ്ടല്ലോ, 3 സ്പൂൺ ഒഴിക്കാം. ഇച്ചിരി പുളിയൊക്കെ വേണമല്ലോ. നമുക്കൊന്ന് തീ ഒന്ന് കത്തിച്ച് കൊടുക്കാം, ഗ്യാസ്. നമുക്കൊത്തിരി ചൂട് വെള്ളം കൂടെ ആഡ് ചെയ്യണം, കാരണം കുറച്ച് ചാറ് വേണം. ഓക്കെ, അതിലെ വെള്ളം കൂടെ ഒഴിക്കാം. അപ്പോൾ ചാറ് അതിൽ കിടന്നൊന്ന് ഗ്രേവി ഒന്ന് നന്നായിട്ടൊന്ന് ഇതാവട്ടെ. എന്നിട്ട് നമുക്ക് മീൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പിട്ടില്ല, മസാലയ്ക്ക് കുറച്ച് ഉപ്പിടണം. ഉപ്പിട്ടത് കൊണ്ട് കോരെങ്കിൽ നമുക്ക് ഇടാമല്ലോ. ഒത്തിരി ഉപ്പ് കൂടിയാലും നമുക്ക് കഴിക്കാൻ അതിൻ്റെതായ ടേസ്റ്റ് വേണ്ടേ. ഓക്കെ, നമുക്ക് തീ ഓഫ് ചെയ്തേ. നമുക്കിനി മീൻ ഇട്ട് കൊടുക്കാം, വറുത്ത മീൻ. ഓക്കെ, നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഓക്കെ, കുറേ നാളിരിക്കും. നമുക്കിപ്പം എപ്പോഴും മീൻ കിട്ടണമെന്നില്ലല്ലോ, പ്രത്യേകിച്ച് മത്തി. അപ്പോൾ നമുക്ക് ഇല്ലാത്ത സമയത്ത് നമുക്ക് ഉപയോഗിക്കാമല്ലോ. ഇരുന്ന് കഴിഞ്ഞാൽ ഒരിച്ചിരി ഒഴിച്ച് കറിയോ പുളിശ്ശേരിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് മതിയാവും. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഞാൻ ഈ രീതിയിലാണ് ചെയ്യുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് അറിയാം, എല്ലാവർക്കും അറിയാം. ഓരോരുത്തരും ഓരോ രീതിയിലാണെന്നേ ഉള്ളൂ അച്ചാറിടുന്നത്. ഓക്കെ, ഇതിരിക്കും തോറും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇത് നാളെ വച്ച ഉടനെ നമുക്കത് അറിയണമെന്നില്ല, നല്ല മീനും ഉപ്പും എരിവും ഇതൊക്കെ പിടിക്കണ്ടേ. അപ്പം നമുക്ക് ഉപ്പ് നോക്കാം. ലേശം ഉപ്പ് കൂടെ വേണം. പുളിയൊക്കെ കറക്റ്റാണ്, പക്ഷേ എരിവ് വെച്ച് കുറവാണ്.
ത്തിലാണ്. എൻ്റെ കാര്യം മാത്രം നോക്കിയാൽ പോരല്ലോ, മറ്റുള്ളവരുടെ കാര്യം നോക്കണ്ടേ. ചെരുവും കൂടെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അത് അതിന് പകരം കാന്താരിയുണ്ട്. ഉപ്പ് കുറവാണ്, ഉപ്പിട്ട് ഓക്കെ. നല്ല ഉപ്പും മുളകും ഒക്കെ പിടിച്ച് നാളെ ആകുമ്പോൾ നല്ല സെറ്റായിരിക്കും. കഴിക്കാനിരിക്കും തോറും ടേസ്റ്റ് കൂടും. ചാറ് വെച്ചപ്പോഴത്തേക്ക് കണ്ടോ അത്രയും വറ്റി പിടിച്ചു മീനിൽ. ഓക്കെ, ഉലുവയും കായപ്പൊടിയൊക്കെ മതി. സൂപ്പർ, അടിപൊളി കേട്ടോ. നല്ല ടേസ്റ്റുണ്ട്, നല്ല ഉപ്പൊക്കെ ഇപ്പം പാകമായി. നാളെയൊക്കെ ഇതിനേക്കാളും ടേസ്റ്റ് ആയിരിക്കും. ഓക്കെ, നിങ്ങളിതുപോലെ ഉണ്ടാക്കി നോക്കണം. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം എനിക്ക് വേണം. ഓക്കെ, അതുകൊണ്ട് തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അടുത്ത പ്രാവശ്യം ഞാൻ നല്ലൊരു എപ്പിസോഡുമായി വരുന്നതായിരിക്കും. അതുവരെ ബായ്.